ഹലോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SRP ദി മല്ലുവിന്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അവിടെ അടികൾ പൊരിഞ്ഞ അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതെന്തരായിക്കോട്ടെ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നമ്മളെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറെ അധികം സംഭവങ്ങൾ അവിടെ ഉണ്ടായി കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് കുറെ ഉണ്ട്. അയ്യോ, അനീഷിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ബഹു രസമാണ്. ഓർഡർ വൈസ് ടാസ്ക് ഒന്നും അല്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ പറഞ്ഞത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇനിയായിരിക്കും ഞാൻ പറയുന്നത്. ഇന്നലെയാണ് എന്താണെന്ന് അറിയത്തില്ല. നടന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ അവരുടെ അടുത്ത് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഇത് ബിഗ് ബോസ് കാണുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് അഭിപ്രായം പറയും. അതായത് ഇവിടെ കളിക്കുന്നതിൽ ആരാണ് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തത്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കളിക്കാരൻ ആരാണ്, 2 സേഫ് ഗെയിം കളിക്കുന്ന കളിക്കാരനാണ്, 3 വിന്നർ ആവാൻ ബിഗ് ബോസ് കപ്പ് എടുക്കാൻ യോഗ്യതയുള്ള കളിക്കാരൻ ആരാണ്. ഇത് 3 പറയാൻ പറഞ്ഞു. പറഞ്ഞതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 കണ്ടസ്റ്റൻസ് ആണ്. നമ്മളെപ്പോഴും 19 എന്ന് പറയുന്നത് 19 കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ അവിടെ 20 പേരുണ്ട്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആദില നൂറ കപ്പിളാണ്. അവർ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞു തരണം. അപ്പം ശരി, നമുക്ക് 19 കൗണ്ട് ചെയ്യാം. അവിടെ നമ്മൾ തല എണ്ണേണ്ട കാര്യമില്ല. 19 കണ്ടസ്റ്റൻസിൽ 18 പേരും വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ യോഗ്യമില്ലാത്ത കളിക്കാരൻ അനീഷാണ്. അപ്പോൾ ആലോചിക്കുന്നത്, ഇവര് പ്രേക്ഷകരുടെ ഭാഗത്താണ് ഇവർ പറയുന്നത്. പ്രേക്ഷകൻ എന്നതല്ലേ, ഞാനിത് എല്ലാവരും പേഴ്സണൽ ഒപ്പീനിയനാണ് ഇവിടെ പറയുന്നത്. അഭിലാഷം എന്ന് പറഞ്ഞ ഡയലോഗ് എല്ലാവരും പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് പ്രേക്ഷകൻ എന്ന നിലയിലാണ്. യോഗ്യതയില്ലാത്ത കളിക്കാരൻ നമ്മുടെ അനീഷ്. അടുത്ത സേഫ് ഗെയിം കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത്, മിക്ക ആൾക്കാരും പറഞ്ഞത് അനുമോൾ. ചില ആൾക്കാർ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കേക്ക് കോമഡി ഇതല്ല. വിന്നർ ആവാൻ യോഗ്യതയുള്ള പേരുകൾ പറഞ്ഞത്, ഒന്ന് ശരത്ത്. എനിക്ക് സങ്കടം വന്നു കേട്ടോ. ശരത്തെന്ന് എനിക്ക് 100 ദിവസം വരെ പോകുന്നതിന് ഡൗട്ടാണ്. പുള്ളിക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണം ഒക്കെയാണ്. പക്ഷെ ഭയങ്കര ഓവറാണ്. ഇത് എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. എന്റെ മാത്രമല്ല, ഹോട്ട്സ്റ്റാറിലെ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരെയൊക്കെ ഒപ്പീനിയൻ ആണ്. ഭയങ്കര ഓവറാണ്. ഒരു പട്ടി ഷോ എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് സംഭവം. അപ്പൊ പുള്ളിയാണ് അവിടെ അനീഷിനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യണത്. അതുകൊണ്ടല്ല, എനിക്കിപ്പോ അനീഷിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയിൽ അനീഷിന് ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി അടിപൊളിയാണ്. പിന്നെ ചില കാര്യങ്ങൾ യോജിക്കാനും പറ്റില്ല. അപ്പൊ അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സംഭവിച്ചൊരു കാര്യം, പുള്ളി പറയേണ്ട രീതിയിൽ പറഞ്ഞ അത് വ്യത്യാസമാണ്. അതുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരന് ഹേറ്റേഴ്സ് വരാനുള്ള കാര്യം. ഓക്കെ, എനിവേ, എന്തായാലും കപ്പടിക്കാൻ യോഗ്യതയുള്ള പേരൊക്കെ പറഞ്ഞതിൽ നമ്മുടെ ശരത്തിന്റെ പേരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ അക്ബറിന്റെ പേര് പറഞ്ഞു, അത് ഓക്കെയാണ്. നമുക്ക് അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവം. അക്ബർ നല്ലൊരു പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അക്ബറൊക്കെ ടോപ്പ് 5 എത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അനുമോളൊന്നും എത്തൂല കേട്ടോ. നിങ്ങൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ അനുമോളൊക്കെ ഔട്ടാണ്. രേണുസുതി ഒന്നും വരെയില്ല. രേണുസുതിയെ കുറച്ചാൾ ഇങ്ങനെ ഓട്ടിക്കും. ഇപ്പോഴും പലരും പറയുന്നത് രേണുസുതി. എനിക്കിത് ഔട്ട്സൈഡ് സപ്പോർട്ട് ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. വാട്ടെവർ, അതുണ്ടാവും. ഒരു കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ അവിടെ എന്തൊക്കെ ചെയ്യാൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ വലുതായിട്ട് ഒന്നും നടക്കണില്ല. എന്തര ആയിക്കോട്ടെ, അത് നമുക്ക് നോക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട് അതിനകത്ത്. സേഫ് ഗെയിം ഈ അക്ബറിന്റെ പേര് പറയുമ്പോൾ നമ്മൾ അക്ബർ ശരത്തൊക്കെ മച്ച കമ്മൻ അവർ ഭയങ്കര ടീമായിട്ടാണ് കളിക്കുന്നത്. അതൊരു സേഫ് സോൺ ആണ്. ഒരു ടീമായിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ കൂടെ നമ്മളൊരു സ്ഥലത്ത് ഇതുപോലൊക്കെ സ്ഥലത്തൊക്കെ ഒറ്റപ്പെട്ട് നമ്മൾ പരസ്പരം അറിഞ്ഞുകൊടുത്ത നേരിട്ട് അധികം പരിചയമില്ലാത്ത നമ്മൾ ടി വിയിലെ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ പരിചയമില്ലാത്തൊരു 19 പേര് ഇതുപോലെ ഒരു അടച്ചിട്ട് ഒരു ജയിൽ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം ഈ പ്രോഗ്രാം നടത്തുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് അവിടെ, അല്ലാതെ ഈ മത്സരിക്കാൻ വരുന്ന സ്വാതന്ത്ര്യം അല്ല അവിടെ കാര്യങ്ങൾ. ഭക്ഷണം പോലും അവർ കൊടുക്കുന്ന ടാസ്കും അവർ കൊടുക്കുന്ന ഇതൊക്കെ അനുസരിച്ചാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു ജയിൽ പോലുള്ള ഇതാണ്. അത്ര ഈസി ഒന്നുമല്ല അവിടെയെങ്കിലും പോയി സർവൈവ് ചെയ്യാൻ. നമ്മൾ വിചാരിക്കും സിമ്പിൾ ആയിട്ട് ഇത്ര ദിവസം, ഒരു ദിവസം അവർക്ക് എല്ലാവർക്കും എമൗണ്ട് കിട്ടുന്നത്. രേണുസുതിക്ക് പെർ ഡേ 50,000 രൂപയൊക്കെ കൊടുക്കണമെന്നൊക്കെയാണ് പറയണത്. ഗോസിപ്സ് ആണെന്ന് അറിയത്തില്ല, നമ്മൾ വായിച്ചതാണ്. ഇതിന് സത്യാവസ്ഥ ആർക്കും അറിയത്തില്ല. ഈ പറയണവർക്ക് ആർക്കും എന്തെങ്കിലും തെളിവുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല, പറയുന്നതാണ്. ഓരോരുത്തരങ്ങ് ഇറക്കി വിടുന്നതാണ്. മേ ബി എന്തായാലും അവിടെ നിൽക്കുന്നവർക്ക് ഡെയിലി ക്യാഷ് കിട്ടുന്നുള്ളവർ മുമ്പ് സീസണിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാണ് ഡെയിലി എമൗണ്ട് ഉണ്ട് അവർക്ക്. ഓക്കെ, അതെന്താ കേട്ടോ. അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു അടച്ചിട്ട് മുറിയിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ 100 ദിവസം നിൽക്കുന്നില്ലെങ്കിലും പലരും നിൽക്കുന്നില്ല. എങ്കിൽ പോലും 50 ദിവസമായാലും നമുക്ക് നിൽക്കുമ്പോഴത്തേക്കും അത് പരസ്പരം അറിഞ്ഞുകൂടാത്ത, അവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട്, അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരാളെങ്കിലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മൾ ശങ്കായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മെന്റൽ സപ്പോർട്ടാണ് വരുന്നത്. അവിടെയാണ് സേഫ് ഗെയിം എന്ന് പറയുന്നത്. അക്ബറും ശരത്തും ഭയങ്കര മച്ച ചങ്കുകളാണ്. അപ്പൊ അവർക്ക് മെന്റലി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അക്ബറിന് എന്തെങ്കിലും വിഷം വരുമ്പോൾ നേരെ വന്ന് ഇവന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അപ്പൊ അതിനുമായി തിരിച്ച് ആശ്വസിപ്പിക്കുന്നു. നേരെ തിരിച്ച് ഇവനൊരു വിഷം വരുമ്പോൾ അക്ബറിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര റിലീഫാണ്. അങ്ങനെ ഒന്നും നിൽക്കാത്ത ഒരു കളിക്കാരനിലാണ് ഞാൻ അനീഷിനെ റെസ്പെക്ട് ചെയ്യുന്നത്. അനീഷിന്റെ കൂടെ കട്ടയ്ക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അതാണ്. കാര്യം അനീഷ് അവിടെ സേഫ് സോൺ എന്നുള്ള പരിപാടിയില്ല. അനീഷ് പറയാനുള്ളത് ആരെ മുഖത്തോക്കിയും പറയും. അതിന് ഒരു ഇതില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിപ്പോ എന്റെ അഭിപ്രായം പറയുന്നത് അതാണ്. ഈ അനീഷ് പറയുന്നത് ഇതാണ്.
അനീഷിന് അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തി നിൽക്കുക, അങ്ങനെ ഇതായി നിൽക്കുക. ഇപ്പം ഇന്ന് ആ ഒരു വേറൊരു ടാസ്ക് ഒന്ന് സംഭവിച്ചത് ഇത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു ടാസ്ക് ഇങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാവരും വന്ന് 19-18 ഒരു അനീഷിന്റെ പേര് പറഞ്ഞു. അപ്പൊ അനീഷിന് സത്യം പറഞ്ഞത് മാനസികമായിട്ട് തളർന്നു. ഇപ്പൊ നമ്മളെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പം ഡൗൺ ആയെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മൂലയിൽ പോയിരുന്നു, എപ്പൊ കരഞ്ഞെന്ന് വെച്ചാൽ അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അപ്പൊ അനീഷ് അത്രയും ഡൗൺ ആയി, മെന്റലി അത്രയും പുള്ളി ഡൗൺ ആയിട്ടുണ്ട്. എന്നിട്ടും അവൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡിലൊന്നും ഒരു അണ്ണുക്കിട വ്യത്യാസം വരുത്തിയിട്ടില്ല, കടുകുമണി വ്യത്യാസം പോലും. ആറ്റിറ്റ്യൂഡൊക്കെ അതുപോലെ തന്നെ, സംസാരിക്കണതിന് ഒരു മാറ്റമല്ല. അത് പറയുന്ന കാര്യം മണ്ടത്തരണെങ്കിൽ മണ്ടത്തരം ചെയ്യാൻ അതിൽ ഉറച്ചിരിക്കും. പിന്നെ വേറെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ കാര്യം, ഇപ്പൊ ഒരാൾ വന്നിട്ട് അനീഷ് ഇങ്ങനെ പറഞ്ഞ കാര്യമാണെങ്കിൽ യാതൊരു മടിയില്ല, സമ്മതിക്കും. ഞാനത് പറഞ്ഞു ഇത് പറയും പുള്ളി. നേരെ മറിച്ച് പറയാത്ത ഒരു കാര്യം പറഞ്ഞാൽ തല പോയാലും അവൻ സമ്മതിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല, ഞാനത് പറഞ്ഞില്ല, ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ കേൾക്കുന്നവര് വളരെ കേട്ട് എന്താണ് ഇവൻ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ അതിനെ ആവർത്തിച്ച് അവരെ സ്വൈര്യങ്ങളെ. അതാണ് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി എന്നാണ്. സ്ട്രാറ്റജി അല്ല, അതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ആ ഒരു ഇതിൽ 18 പേര് അനീഷിന്റെ പേര് പറഞ്ഞു. അനീഷ് മെന്റലി ഭയങ്കര ഡൗൺ ആയെന്ന് തോന്നുന്നു. പക്ഷെ അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലും അത് കാണുന്നില്ല. പുള്ളിയുടെ മുഖം കാണുമ്പോൾ ആദ്യം മനസ്സിലായി, ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ തന്നെ പലതും ഇതിനിടയ്ക്ക് പലരും ഇല്ലാത്ത കാര്യം വെച്ചാൽ പുള്ളി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ പുള്ളി അവിടെ നിന്ന് പ്രതികരിക്കുന്നുണ്ട്, ഇല്ല ഞാൻ അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ വെച്ചാൽ പുള്ളി സമ്മതിക്കുന്നില്ല. വോട്ടവർ അത് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ 6 പേരിപ്പം മിഡ് വീക്ക് എവിക്ഷന്റെ നോമിനേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവര് പുറത്താവും എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഞാൻ ഫുള്ളായിട്ട് എപ്പിസോഡൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഒരു ഡാർക്ക് റൂമിലോട്ട് ഇവരെ മാറ്റും, അതിൽ തോക്കുന്നവർ ഡാർക്ക് റൂമിൽ പോകും, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അതില് നിങ്ങൾക്ക് 6 പേർക്ക് അടുത്ത വരും ടാസ്കുകളിലെ വിജയം അനുസരിച്ചാണ് ഇതിന്റെ ഒരു മാനദണ്ഡം, ആരൊക്കെ നിലനിൽക്കുന്നു അവർക്ക് കിട്ടുന്ന പോയിന്റ്. പക്ഷേ ടാസ്കിൽ ഇവർക്ക് നേരിട്ട് കളിക്കാൻ പറ്റില്ല. ഇവർക്ക് സഹായിയായിട്ട് 2 പേരെ വിളിക്കാം. ഈ 2 പേരായിരിക്കും ഇവർക്ക് വേണ്ടി ടാസ്കുകൾ ചെയ്യുന്നത്, ഗെയിം കളിക്കുന്നത് ഇവർക്ക് വേണ്ടി 2 പേരായിരിക്കും. അപ്പം ഓരോരുത്തർക്കും നമ്മളെ ഒനിയിലൊക്കെ അടിപൊളി അക്ബറിനെയും ഷാനവാസിനെയൊക്കെയാണ് ഒനിയിൽ വിളിച്ചെടുത്തത്. അനീഷ് അവിടെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തവരാണ് അനീഷ് വിളിച്ചെടുത്തത്. ഏറ്റവും കൂടുതൽ ഉടക്കി നിൽക്കുന്ന ശരത്തിനെയും അനുമോളെയും അനീഷ് വിളിച്ചു. അപ്പൊ അവരാണ് അനീഷിന്റെ സഹായികൾ. അപ്പൊ അനീഷ് പറഞ്ഞു ഇവരെന്നെ സഹായിക്കുമെന്ന് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ടാസ്ക് തുടങ്ങി. ആദ്യത്തെ ടാസ്കിൽ അനീഷിന്റെ ടീം അടപടലം 3G. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈസി സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഗെയിം. ആ ബോക്സിന്റെ താക്കോൽ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിനകത്ത് കുറെ വെള്ളമുണ്ട്, അതിനകത്ത് ഈ താക്കോൽ ഇട്ടിട്ടുണ്ട്, കുറെ താക്കോൽ ഇട്ടിട്ടുണ്ട്. ബോക്സ് ലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ ആദ്യം ഈ ഇതിന് താക്കോല് കണ്ടുപിടിച്ച്, എന്ന് വെച്ചാൽ ഓരോ താക്കോലായിട്ട് ഇട്ട് നോക്കണം തുറക്കാൻ പറ്റുമെന്ന്. താക്കോല് കണ്ടുപിടിച്ച് അത് തുറക്കണം. തുറന്നതിന് ശേഷം അതിനകത്ത് കുറെ സേഫ്റ്റി എക്യുപ്മെന്റ്സ്, ഗ്ലൗസ്, നമ്മുടെ ഷൂസ്, കാര്യങ്ങളൊക്കെ കുറെ സംഭവങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് അവിടെ കുറെ മഡ്പിറ്റ് ചെളി കൊണ്ട് നിറച്ച ഒരു സ്ക്വയർ പ്ലോട്ട് അവരിങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ ചെളിയാണ്. അതിന്റെ അടിയിൽ കോയിൻസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ചെളിക്ക് അതിന് കോയിൻസ് തപ്പിയെടുക്കണം. ആദ്യം 2 പേരാണ്, ഒരാൾക്ക് വേണ്ടി കളിക്കാൻ 2 പേരാണ്. അപ്പം ഒരാൾ ഇതിന് താക്കോല് കണ്ടുപിടിച്ച് ലോക്ക് തുറന്നു കൊടുക്കുക. അടുത്ത ആള് ഈ ലോക്ക് തുറന്ന ഉടനെ അതിനകത്തുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് എല്ലാം വെയർ ചെയ്ത് ധരിച്ചിട്ട് നേരെ മഡ്പിറ്റിൽ ഇറങ്ങി കോയിൻസ് കളക്ട് ചെയ്യുക. എല്ലാവരും ബോക്സ് തുറന്നിട്ടും നമ്മുടെ ശരത്തിനെ കൊണ്ട് ബോക്സ് ഇറക്കാൻ പറ്റില്ല. അത് ശരത്തിന്റെ മിസ്റ്റേക്ക് അല്ല, പുള്ളിക്കാരന് താക്കോല് കിട്ടില്ല, പ്രോപ്പർ താക്കോല് കിട്ടില്ല. എടുക്കുന്ന താക്കോല് ഒന്നും സ്യൂട്ട് ആവുന്നില്ല. അവസാനം ഏകദേശം 5 മിനിറ്റുള്ള പരിപാടിയായിരുന്നു. 5 മിനിറ്റിൽ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശരത്തിന്റെ താക്കോലൊന്ന് ഒരു ഓപ്പൺ ആയതിനു ശേഷം തുറന്നതിന് ശേഷം നേരെ അനുമോൾ ഓടിപ്പോവുക ചെളിയിലോട്ട്. പിന്നെ തിരിച്ചു സേഫ്റ്റി ഗ്ലൗസ് ഇടാൻ, പിന്നെയും പോയിട്ട് പിന്നെയും തിരിച്ചു അടുത്ത കാലില് ഷൂസ് ഇടാൻ. അങ്ങനെ കുറെ സമയം പോയി. എന്നിട്ട് അവര് അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ഏറെക്കുറെ തപ്പിയെടുത്തു. നമ്മളെ നെവിനൊക്കെ കിടന്ന് ഉരുട്ടാണ് അതിനകത്ത് നേരെ അവിടെ കിടന്നിട്ട് വയറിനടി കൂടെ ചെളിയിൽ കൈയിട്ടൊക്കെയാണ് നമ്മുടെ കോയിൻസ് ഒക്കെ എടുത്തത്. അപ്പം അതിൽ അനീഷിന് കിട്ടിയ പോയിന്റ് വേറെ മൂന്ന് കോയിൻ എന്തോ അനീഷിന് കിട്ടിയുള്ളൂ. ഒരു പോയിന്റ് എന്തോ കിട്ടിയുള്ളൂ. അപ്പം ഏറ്റവും ടോപ്പ് പോയിന്റ് കിട്ടിയത് റെന ഫാത്തിമയ്ക്കാണെന്ന് തോന്നുന്നു. റെനയ്ക്ക് 6 പോയിന്റ് എന്തോ കിട്ടി. പിന്നെ ശാരിക KB ഉണ്ടായിരുന്നു, അവർക്കും കിട്ടി അത്യാവശ്യം പോയിന്റ്. അപ്പം രേണു സുധിക്ക് കിട്ടി അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടി. അപ്പം ആ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരിക്കലും അവർ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. നമ്മുടെ ശരത്തും അനുവും പർപ്പസ്ഫുള്ളി അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അവർ മാക്സിമം ട്രൈ ചെയ്തു, നടന്നില്ല, കിട്ടിയില്ല. അപ്പൊ അനീഷ് അപ്പോഴൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു, കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ നല്ലോണം മത്സരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ടാസ്ക് വന്നു.
അടുത്ത ടാസ്ക് ഞാൻ കണ്ടത് ഒരു ഫ്രിഡ്ജിനകത്ത് കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം 6 പേർക്ക് 6 ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവര് പോയി ഈ പറഞ്ഞ പോലെ സഹായികൾ തന്നെയാണ്, സഹായികൾ ഓടിപ്പോവുക, അവിടെ മാക്സിമം സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറയ്ക്കുക, ഫ്രിഡ്ജിൽ നിറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം നിറയ്ക്കുക, അതിന്റെ കൗണ്ട് അനുസരിച്ച് പോയിന്റ് എന്ന് പറയും. അവിടെ ഇട്ടേക്കുന്ന സാധനങ്ങൾ പാവക്കുട്ടി, കമ്പിളിപ്പുതപ്പ്, പെട്ടി, ടൂൾ ബോക്സ്, പച്ചക്കറി, മറ്റേ ഫ്രൂട്ട്സ്, എല്ലാ സകല സാധനങ്ങളും ഉണ്ട് അവിടെ. പിന്നെ ബ്രെഡ്, അങ്ങനെ ഒരുപാട് ജ്യൂസ്, ഫ്രൂട്ടി, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം നിശ്ചിത സമയം കൊടുത്തു, ഇവരെല്ലാം കൈ കിട്ടിയ സാധനങ്ങളെല്ലാം അവിടെ പറക്കിയെടുത്തു. എന്നിട്ട് ഇവരോട് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അനീഷ് ഇത് കൗണ്ട് ചെയ്തപ്പോൾ ടൂൾ ബോക്സ് ഒക്കെ എടുത്തിട്ട് ടൂൾ ബോക്സ് തുറന്നിട്ട് അതിനകത്തുള്ള ഓരോ ടൂൾ, അവരെ നട്ടും ബോൾട്ടും അടക്കം എണ്ണി 68 ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് അത് കൂട്ടാൻ പറ്റുമെന്ന് ബാക്കിയുള്ളത് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് അനീഷിന്റെ ടീം 68 ഉണ്ട്, ബാക്കി 40, 35, 38 എന്നൊക്കെ പറഞ്ഞ് കൂട്ടി നിന്നപ്പം ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നു. എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഞാൻ ഒരിക്കലും, അത് പറയുന്ന നല്ല രസമൊന്നു, എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഞാൻ ടൂൾ ബോക്സും പാവക്കുട്ടിയും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എന്തോ പാവയൊക്കെ ഉണ്ടെന്ന് ഒന്നും വയ്ക്കാറില്ല, നിങ്ങൾ വയ്ക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ അനൗൺസ്മെന്റ് വന്നു. ഗെയിം ആണെങ്കിലും ഒരു ലോജിക്കൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അന്ധമായിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അപ്പം സംഭവം എല്ലാവർക്കും അപ്പോഴാണ് അമളി മനസ്സിലായത്. സംഭവം അവിടെ ഒരു കുറച്ച് ബുദ്ധിപരമായിട്ട് കളിക്കുന്നതാണ്. ഈ പറഞ്ഞ ഏറ്റവും ബുദ്ധിപരമായിട്ട് കളിക്കുന്ന അനീഷ് പോലും അവിടെ ഒരു ഫൗൾ പ്ലേ ആണ് കാണിച്ചത്. അപ്പം ഇനി അവര് പറക്കി എണ്ണിയ സാധനങ്ങളിൽ നിന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം കൗണ്ട് ചെയ്യാന്നുള്ളത് തോന്നുന്നു. അങ്ങനെ കൗണ്ട് ചെയ്തപ്പം 1ാം സ്ഥാനം രേണുസുതിക്ക് മറ്റാർക്കോ പോയി, 2ാമത് അനീഷിന്റെ ടീമിന് കിട്ടി, അനീഷിന് അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടി. അങ്ങനെ പോയിന്റുകൾ വന്നു. ഇതും കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു. ഒരു അനൗൺസ്മെന്റ് വന്നു, നിങ്ങളിൽ പലരും നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളെ കൂടെ, അതായത് നിങ്ങൾ സഹായികളെ വിളിച്ചതിലല്ല, നിങ്ങളുടെ സഹായികളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു കേട്ടോ. അതായത് അവിടെ ഇവരപ്പോഴും അവിടെ ആയിട്ട് മാറിയിരിക്കില്ല. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. അത് ആരാ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ കണ്ടില്ലായിരുന്നു, ലൈവിൽ കാണിച്ചു തോന്നുന്നു. അതായത് നമുക്ക് വേണ്ടി വിളിച്ചെടുത്ത ആൾ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ മത്സരിക്കുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങളെല്ലാവരും ലിവിംഗ് റൂമിൽ വരാൻ പറഞ്ഞു വന്നിട്ട് സംസാരിച്ചു. ശാരിക കെബി വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ആരൊക്കെ നിങ്ങളുടെ സഹായികൾ? അപ്പോൾ ആദില നൂറ, ഡോക്ടർ ബിന്നി. അപ്പൊ അവരെയും കൂടെ വിളിക്കാം, അവരെയും വിളിച്ചു. നിങ്ങളുടെ ഹെൽപ്പേഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചു. അപ്പം ശാരിക പറഞ്ഞു, ആദില നൂറയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഓക്കെയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിന്നിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നില്ല, ഇയാൾക്ക് വേണ്ടി പണിയെടുക്കാനല്ലേ ഇവരെ വിളിച്ചത്. അപ്പം ബിന്നിയുടെ മുഖമൊക്കെ മാറി. ബിന്നി പറഞ്ഞു, അല്ല ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് തർക്കമൊക്കെ നടന്നു. അടുത്തത് അനീഷിനെ വിളിച്ചു. അനീഷ് വന്നിട്ട് അനീഷിന്റെ സഹായികൾ ആരൊക്കെയാണ്? ശരത്തും അനുമോളും. അപ്പൊ അനീഷ് പറഞ്ഞു, ബിഗ് ബോസ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. ആകെ അവര് ശരത്തിനും അനുമോൾക്കും അവിടെ ഇരുന്ന് എല്ലാവരും കാരണം ഇവർ തൊട്ട് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇവരൊക്കെ തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. ഇവരുടെ അടുത്ത് ശരത്തൊക്കെ അവിടെ ഇരുന്ന് പറയുന്നത്, ഇവൻ തൊട്ട് മുമ്പ് പറഞ്ഞാൽ തല പോയാലും ഞാൻ നിങ്ങളെ മാറ്റി പറയില്ല, എന്നിട്ട് നിങ്ങളെ മാറ്റി പറയില്ലെന്നോ അങ്ങനെ എന്തോ, നിങ്ങളെ കൂടെ നിൽക്കും, നിങ്ങളെ തള്ളിപ്പറയൂല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത്. പക്ഷെ അവിടെ അനീഷ് ചെയ്തൊരു അബദ്ധം, അതായത് അനീഷ് പറയേണ്ടിയിരുന്നത് അവരുടെ പെർഫോമൻസ്, അവരുടെ ആത്മാർത്ഥതയിൽ, സിൻസിയറിറ്റിയിൽ പുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അതാണെന്ന് പറയണമായിരുന്നു. ഇവരുടെ അനുമോളുടെയും ശരത്തിന്റെയും സിൻസിയറിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം പോയിന്റ് കിട്ടില്ല. പുള്ളി പറയേണ്ടത് അങ്ങനെയായിരുന്നു. പുള്ളി വന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു വെറുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇവർക്ക് ഭയങ്കര വാശിയായിട്ടോ, എല്ലാവർക്കും ഭയങ്കര വാശിയായി. അത് കഴിഞ്ഞിട്ട് ആളെ മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ റാൻഡം ആയിട്ടൊരു മറ്റേ നറുക്കെടുപ്പ് പോലെയൊക്കെ ആണ്, ചീട്ടിൽ എഴുതി വെച്ച് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുക, നേരത്തെ വന്ന ആൾക്കാരാണെങ്കിൽ മാറ്റി വീണ്ടും എടുക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ബിഗ് ബോസ് കൊണ്ടുവന്നത്. അപ്പൊ അതിലെനിക്ക് തോന്നിയ കാര്യം, അനീഷ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവരുടെ ആത്മാർത്ഥതയിൽ ഞാൻ ഹാപ്പിയാണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ ഇവരുടെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം എനിക്ക് പോയിന്റ് പറഞ്ഞു. അൾട്ടിമേറ്റ്ലി ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമാണ് എന്ന് അനീഷ് പറഞ്ഞിരുന്നെങ്കിൽ, കാരണം പോയിന്റ് കുറഞ്ഞാൽ പുറത്താകേണ്ടത്, അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ പോവോ പുറത്താവുകയോ വോട്ടെവർ ഇറ്റ് ഈസ്, അത് ബാധിക്കുന്നത് അനീഷിനെ മാത്രമാണ്. അപ്പൊ അവരുടെ പെർഫോമൻസ് അവർ ട്രൈ ചെയ്തു, സിൻസിയറിറ്റി ആത്മാർത്ഥമായിട്ട് അവർ എനിക്ക് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ അവരുടെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പി അല്ല, കാരണം എനിക്ക് പോയിന്റ് കുറവാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നല്ലൊരു പിന്തുണ ആ ഗ്രൂപ്പിനകത്ത് നിന്ന്, ഐ മീൻ വീട്ടിനകത്ത് നിന്ന് അനീഷ് കിട്ടിയേനെ. അനീഷിന് ഇതൊന്നും വേണ്ട സത്യത്തിൽ, ആ പുള്ളി എന്തായാലും പറയും. പുള്ളി എന്നിട്ട് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല, എല്ലാവരും കൂടെ അനീഷിനെ വിമർശിക്കാൻ ചെയ്യാൻ തുടങ്ങി. അക്ബർ വന്നിട്ട് തനിക്ക് നാണുണ്ടോ, തനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞത്, പട്ടിയെ പോലെ കിടന്ന് പണിയെടുത്തില്ലേടാ അവർ തനിക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അനീഷ് പറഞ്ഞ വെച്ചാൽ, ഞാൻ പരാതി പറഞ്ഞിട്ടില്ല,
ബിഗ് ബോസിന്റെ അടുത്ത് ഞാൻ പരാതി പറഞ്ഞു. ബിഗ് ബോസ് വിളിച്ചു ചേർത്തപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരൊക്കെയാണ് പരാതി പറഞ്ഞത്, രഹസ്യമായിട്ട് ഇരുന്ന് പരാതി പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്നുള്ള ഡിസിഷൻ എടുത്തത് അതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അനീഷിന് ഭയങ്കര ഒരു വെറുപ്പ് എല്ലാവരിൽ നിന്നും വന്നിട്ടുണ്ട്. ശരത്തൊക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഇവനെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇവനെ ഇവിടെ നിൽക്കുള്ളൂ, രണ്ടുപേരും കൂടെ ഇവിടെ പോകില്ല. ഭയങ്കര ദേഷ്യമാണ്. കാരണം അതിൽ കാര്യമുണ്ട്. കാരണം ശരത്തൊക്കെ ഭയങ്കര സിൻസിയർ ആയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷെ എന്തോ അവരുടെ സമയദോഷമോ അല്ലെങ്കിൽ അനീഷിന്റെ സമയദോഷമോ അത് നടന്നില്ല. അവർക്ക് വേറെ പ്രശ്നമൊന്നും വരാനില്ല, ഇത് ബാധിക്കുന്നത് അനീഷിനെ മാത്രമാണ്. അപ്പൊ അതൊരു ഭയങ്കര ചർച്ചാ വിഷയം ആയിട്ടുണ്ടെന്ന് ഹൗസിനകത്ത്. അതിന്റെ പേരിൽ നല്ല പൊട്ടിത്തെറികളും എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണുകിട വിട്ടുകൊടുക്കാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരെന്ന് മൈൻഡ് ചെയ്താൽ പുള്ളിക്കാരുടെ സ്ട്രാറ്റജിയിൽ ഇങ്ങനെ പോകുന്നു. അനീഷ് ഇപ്പൊ കുക്കിംഗ് ടീമിലാണ്, കുക്കിംഗ് എന്ന കിച്ചൺ ടീമിലാണ്. കിച്ചൺ ടീമിലാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. എല്ലാവരുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഓവർ അല്ലെങ്കിലും പുള്ളി എല്ലാവരും ലിമിറ്റിൽ നിർത്തും. എനിക്ക് പോലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ പല സംഭവങ്ങൾ വരുന്നത്. പിന്നെ അനീഷ് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർത്ത് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരന് ആവശ്യത്തിന്. അപ്പൊ അത് പുള്ളിയുടെ സ്ട്രാറ്റജി അതിൽ ആ കെണിയിൽ ഇവർ ചെന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഹൗസിലെ വിശേഷങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ടാസ്ക് നമ്മൾ കഴിഞ്ഞ സീസൺ ഞാൻ അധികം കണ്ടിട്ടില്ല, കഴിഞ്ഞ മുന്നേ സീസണിലൊക്കെ ലാസ്റ്റ് ആണ് നമ്മൾ ഓരോരുത്തർ ജീവിത കഥ ഒക്കെ പറയുന്നത്. അതില് നമ്മൾ ആരും മറക്കാത്തൊരു ജീവിത കഥ ഇപ്പോഴും കിടന്ന് ഓടുന്നുണ്ട്. ഇപ്പൊ ഏഴര വീഡിയോ ഒക്കെ ട്രെൻഡിങ് ആയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ബിഗ് ബോസ് പരമായിട്ട് ട്രെൻഡിങ് ആയ വീഡിയോ അതാണ്. നെറ്റിയിൽ വെളി കൊണ്ട് മരിച്ച സനയുടെ കാമുകൻ അനിയനും ഇതിന്റെ കാര്യമൊക്കെയാണ്. അത് ഞാൻ ഇന്നും കൂടെ ഇരുന്ന് കണ്ടുള്ളു, ചിരിച്ച് മനുഷ്യന്റെ ഇടപാട് തീർന്നത്. അപ്പോ മറ്റേ സന ഞങ്ങള് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ ആ വോയിസ് എടുത്തിട്ടാണ് വീഡിയോ ആര് ചെയ്തായാലും കിടില വർക്ക്. എന്റെ പൊന്നോ, അന്യായ വർക്ക് തന്നെ കേട്ടോ. ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നു, സനായന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു, പിന്നെ അവർ തമ്മിൽ ആൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നു. അവസാനം വെള്ളമടി പാർട്ടിക്കാർ വെള്ളം അടിച്ചു വന്നപ്പോൾ വീണ്ടും പ്രപ്പോസ് ചെയ്തു, ഞാൻ വീണ്ടും റിജക്ട് ചെയ്യുന്നു. അവസാനം എനിക്ക് ഭയങ്കര ഇവളെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഇവളെ അവിടെ യുദ്ധം നടക്കുന്നു, ഇവളെ കാണാൻ പോയപ്പോ അവിടെ തോക്ക് കിടക്കും, ആ കത്തികളൊക്കെ നിരത്തിയിട്ടേക്കുന്നു. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഐ മീൻ ഇതിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. എന്റെ അപ്പോ ചിരിച്ച് മനുഷ്യന് ഊപ്പെടുമല്ലോ. അത് കഴിഞ്ഞിട്ട് യുദ്ധം നടക്കുമ്പോ നെറ്റിയിൽ വെടിയുണ്ട്, നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ട് മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ദേശീയ പതാകയിൽ പറഞ്ഞ ആ ശവശരീരം കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കഥയൊക്കെ അടിച്ചു വിട്ടിട്ട് ആശാൻ ഏറിപ്പോയ ആശാനാണ്. ഇപ്പോഴും ഏകദേശം ഇടയ്ക്കിടയ്ക്ക് എല്ലാ ബിഗ് ബോസ് സീസൺ വരുമ്പോഴും പുള്ളിക്കൊരു മറ്റേ സനയായിട്ട് വേൾഡ് ടൂർ നടത്തിയ പുള്ളി ഇപ്പൊ സ്പേസ് ടൂറൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് ശൂന്യാകാശത്തോട്ട്. അത് ഒരു രസകരമായിട്ടുള്ള ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി ആദ്യം ഇതിനെ വല്ല പറയണം, ഇനി ജനിക്കുന്നത് വയ്ക്കട ഇതിന് മേലെ വരണോ എന്നാണ് ആൾക്കാർ കമന്റ് ചെയ്യണം. ഇതിന് മേലെ വരണം ഉണ്ടെങ്കിൽ വയ്ക്കട, ഇല്ല ആരെക്കൊന്നും പറ്റൂല. അപ്പൊ ആ ഒരു സംഭവം അടിപൊളിയായിട്ട് ഇപ്പൊ ആദ്യമേ തന്നെ ബിഗ് ബോസ് ഇത് രണ്ടാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയില്ല, ഇന്ന് വ്യാഴാഴ്ച എന്താണ്. അപ്പം അവിടുത്തെ ദിവസം നമുക്ക് അറിയാൻ പറ്റില്ല. ബിഗ് ബോസിൽ ഏഴ് ദിവസം എന്താണെന്ന് ഒരു പിടിയില്ല, അവിടെ ഡേറ്റ് ഒന്നും കാണിക്കുന്നില്ല. എനിവേ അത് ആ ലൈഫ് സ്റ്റോറി പറയാൻ അത് ഇവരൊരു ഫുൾ സ്റ്റോറി അല്ല, അവര് പറയുന്നത് വെച്ചൊരു 3 എണ്ണം എടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത് ഒരു ബൗളിനകത്ത്, ഗ്ലാസ് ബൗളിനകത്ത് തുണ്ടുകൾ ഇട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ തുണ്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതില് ഒന്നില് അച്ഛൻ, ഒന്നില് അമ്മ, ഒന്നില് കുട്ടിക്കാലം, പേഴ്സണൽ ലൈഫ്, ഇതൊക്കെയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ ആദ്യം വന്നിട്ട് ഇതിന്റെ പേര്, ടാസ്കിന്റെ പേര് ഒരിടത്തൊരിടത്ത്. അപ്പൊ അവര് നിങ്ങൾ ടാസ്ക് തുടങ്ങുമ്പം ആദ്യം വന്നിട്ട് ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞ് തുടങ്ങണം. പലരും വന്നിട്ട് ഒരിടത്തൊരിടത്ത് ഒരു ഗംഗാധര മേനോൻ ഉണ്ടായിരുന്നു. ഗംഗാധര മേനോനും ശാരദാമ്മയ്ക്കും ജനിച്ച മകളാണ്. ഇങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന്റെ പേര് ഞാൻ ഈ ജസ്റ്റ് പേര് പറഞ്ഞതേ. അങ്ങനെ എക്സാമ്പിൾ, മകളായിട്ട് ഇന്ന നാട്ടിൽ ജനിച്ചത് ഇന്ന വർഷം. അപ്പൊ ഒരു ആദ്യം ഇത്രയും കാര്യങ്ങൾ പറയണം. ഒരിടത്തൊരിടത്തുനിന്ന് തുടങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മേരെയും പേര്, ജനിച്ച സ്ഥലം, ജനിച്ച വർഷം, ഇത്രയും പറയണം. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ ബസ്സറടിക്കും ഒരു കൂപ്പൺ എടുക്കുക, അതിലെന്താ കാണുന്നത് അതിനെപ്പറ്റി 5 മിനിറ്റ് സമയം കൊടുക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ബസ്സറടിക്കും, അടുത്ത കൂപ്പൺ എടുക്കുക, അതിലെന്താണോ കാണുന്നത് അതിനെപ്പറ്റി പറയുക. മൂന്നാമതും ഒരു കൂപ്പൺ എടുക്കുക. അങ്ങനെ 3 തുണ്ടെടുക്കാം. 3 തുണ്ടിൽ കാണുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരാൾക്ക് 15 മിനിറ്റ് ടോട്ടൽ. അങ്ങനെയാണ്. അപ്പോ ആദ്യം കഥ പറയാൻ വന്നത് ശാരികയായിരുന്നു, ശാരിക KB. ശരി, ഇപ്പൊ മൊത്തത്തില് ഞാൻ കണ്ടത് 6 പേരുടെ കണ്ടുള്ളൂ, അതിൽ കൂടുതലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 6 പേരുടെ ഞാൻ കണ്ടിട്ടുള്ളൂ. 3 പേർക്കാണ് അവസരം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് കാര്യങ്ങളും പിന്നെ നെക്സ്റ്റ് ഡേ ആണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് കണ്ടത്. അപ്പം ആദ്യം 3 പേര്, ആരെങ്കിലും 3 പേര് തീരുമാനിക്കും. ഇപ്പൊ ശാരിക KB ഒന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാരി ഡിവോഴ്സ് ചെയ്യണം. അപ്പം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അനുഭവിച്ചു ഹസ്ബൻഡിൽ നിന്ന്. അപ്പൊ ഹസ്ബൻഡിന്റെ പേര് അവരുടെ പ്രൈവസി മാനിക്കുന്നതുകൊണ്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും പുള്ളിക്കാരി പറഞ്ഞില്ല. നല്ലൊരു കാര്യമാണത്. കാരണം എപ്പോഴും കേസ് നടക്കുകയോ, കേസ് ആയിട്ടല്ലോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിവേ അത് കേസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെ മൂന്നാമതൊരാളുടെ പേര് അവിടെ പറയേണ്ട കാര്യമില്ല.
കാരണം ഇത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, കോടിക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുന്നത്, ലക്ഷക്കണക്കിന്, മിനിമം അറ്റ്ലീസ്റ്റ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഷോ കാണുന്നത്. എന്തായാലും പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു, എന്റെ പേഴ്സണൽ ലൈഫ് ഭയങ്കര ഇതായിരുന്നു, ഐ മീൻ ഫെയിലിയർ ആയിരുന്നു, മാരേജ് ലൈഫ്, ഒരു കുഞ്ഞുണ്ടെന്ന്, മോളാണെന്ന് തോന്നുന്നു, മോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിക്കാരിയുടെ ഒരു ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടൊക്കെ പോയി. അടുത്ത രേണുസുതി വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി കിട്ടിയൊരു വിഷയം ഒരെണ്ണം അച്ഛനായിരുന്നു. അപ്പൊ അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ഇതിലൊക്കെ പറഞ്ഞു. നമ്മൾ പുറത്ത് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും അവർ വിഴുങ്ങിയിട്ടുണ്ട്, സത്യമാണെന്ന് അറിയില്ല. പുള്ളിക്കാരിക്ക് രേണു സുധി എന്നുള്ളത്, സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞൊക്കെ നമ്മൾ പലരും വന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, തെളിവില്ലാത്ത കാര്യം നമ്മൾ, അല്ലെങ്കിൽ തന്നെ ഡസൻ ബോധർ മീ, അപ്പൊ നമ്മൾ അത് ബാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അത് ഇങ്ങനെ വന്ന് പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇല്ല പറഞ്ഞ മൂന്നാമത്തെ ആള് ഒനീൽ പറഞ്ഞു, ഭയങ്കരമായിട്ട് ഞാൻ കേട്ടിരുന്നു, നല്ല സംസാരമായിരുന്നു. ഒനീലൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, കാരണം അവരുടെ സംസാരം പഠിച്ചതൊക്കെ യുഎയിലാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരു പവറും കാര്യങ്ങളും പുള്ളിയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. കുറെ വേൾഡ്, കുറെ സ്ഥലങ്ങൾ UK USA സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു പ്രൊഫഷനെ കുറിച്ച് എന്തോ പറഞ്ഞു, എന്തോ ആന്ത്രപ്പോളജി സംതിങ്, അതെന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇപ്പൊ എന്ത് റിസർച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്, ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി, ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം ഞാൻ കരുതി പെട്ടെന്ന് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നാണ്, പക്ഷെ അമ്മയുണ്ട്. ഐ മീൻ 10 days പുള്ളി ഹീസ് മിസ്സിങ്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കേസാണ് പറഞ്ഞത്. അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. ഓക്കെ, എനിവേ കണ്ടോണ്ടിരിക്കും, നമുക്ക് വല്ലായിട്ടൊന്നും അങ്ങനെ ഇമോഷണൽ ഫീലിങ്സ് ഒന്നും വന്നിട്ടില്ല. അവർക്കത് ഉണ്ടാവും, കാര്യം അവര് ഒരു നാടും വീടും ഒക്കെ വിട്ട് ഒരു പുറം ലോകം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനകത്ത് അവർക്ക് പലരെയും മിസ് ചെയ്യുന്നുണ്ടാവും. വന്ന ആൾക്കാരെല്ലാം പുതിയാണ്. പിന്നെ അവരൊരിക്കലും അവിടെ എല്ലാവരും കൂടെ 19 കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരു വലിയൊരു മിഷന് വന്നതൊന്നും അല്ല. അവര് എല്ലാവരും ഒരുമിച്ച് അവരവര് പരസ്പരം മത്സരിക്കാവുന്നവരാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഹേർട്ടിങ്സും കാര്യങ്ങളും ഒത്തിരി ഉണ്ടാവും, പലരും പലരെയും ഹേർട്ട് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ മത്സര ബുദ്ധിയോടെയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു വിഷമമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് വീട്ടുകാരെ ഓർക്കുമ്പോൾ ഇമോഷണൽ ആവുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് വന്ന ആൾക്കാരിൽ ഞാൻ ഫസ്റ്റ് സരിക PG എന്ന് പറയുന്ന നമ്മുടെ കലാഭവൻ സരികയാണ്. കലാഭവൻ സരിക വന്നിട്ട് പുള്ളിക്കാരുടെ ഭയങ്കരമായിട്ട് ട്രാജഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞു, പ്രഗ്നന്റ് ആയ സമയത്ത് 3-ാം മാസത്തിൽ മറ്റൊരു കുഞ്ഞ് മരിച്ചുപോയി, അബോട്ടായി പോയ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രഗ്നന്റ് ആയി 10-ാം മാസം പുള്ളിക്കാരിയുടെ കുഞ്ഞ് ചാവിള്ളയായിരുന്നു. ഐ മീൻ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ 10-ാം മാസം കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ട്രോമയെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. അവരൊക്കെ പിന്നെയും ലൈഫിൽ കയറി വന്നു എന്നുള്ളത്, അതൊക്കെ അതിജീവിച്ചിട്ട് ഓവർകം ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ഈ ഒരു ഇതൊക്കെ പറയുമ്പോൾ അവർ അത്രയും ഒരു 10 മാസം അവർ കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞ് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ജീവനോട് അതിന്റെ മുഖം പോലും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ആ കുഞ്ഞിനെ അടക്കിയ വീട് സ്ഥലം അവർക്ക് അത് നഷ്ടമാവുന്നു. നഷ്ടമായതിനു ശേഷം പിന്നീട് അത് അവർ തിരിച്ചു പിടിക്കുന്നു. വിറ്റുപോയതിന്റെ 3 ഇരട്ടി പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങുന്നു, അവിടെ താമസിക്കുന്നു. ഇപ്പം ആ കുഞ്ഞിനെ അടക്കി ആ മണ്ണിൽ തന്നെ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായി. അപ്പം നമുക്ക് കേൾക്കുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ തോന്നും. അറ്റ്ലീസ്റ്റ് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഐ മീൻ നല്ലത് ഇൻ ദ സെൻസ് നല്ല രീതിയിൽ അത് പറഞ്ഞു അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കാണുന്നത് രണ്ടാമത് വന്ന ആളെന്ന് പറയുന്നത് കളിച്ച് ചിരിച്ച് നടക്കുന്ന നെവിൻ 3-ാമതാണ് വന്നത്. അതിന് തൊട്ട് മുന്നേ വന്നത് അഭിലാഷാണ്. അപ്പം അഭിലാഷിന് പലരും ഈ റീൽസിലെ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പുള്ളിയാണ്, കാലിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം പുള്ളി അത് വെച്ച് തന്നെയാണ് തുടങ്ങിയത്. ഓരോരുത്തരുടെ ഇന്ന ആൾക്കാരിൽ വികലാംഗനായിട്ട് ഒരു കുഞ്ഞ് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ പുള്ളിക്ക് അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പുള്ളി ഭയങ്കരമായിട്ട് കരഞ്ഞു, ഇമോഷണലായി. അപ്പം അത് നമുക്കത് അവരെല്ലാവരും ഇമോഷണൽ ആവുന്നുണ്ട്, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് പറയുമ്പോഴത്തേക്കും. പുള്ളിക്കാരൻ അച്ഛൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അപ്പൊ നമ്മളെക്കാൾ ഇവർ ഇത് കേട്ടോണ്ടിരിക്കുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും അത് എങ്ങനെ ബാധിക്കും നമുക്കറിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പുള്ളിയുടെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു, അമ്മയായിട്ടുള്ള ആ അനുഭവങ്ങൾ, അമ്മയെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ച് പറഞ്ഞു, കുട്ടിക്കാലം പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് പുള്ളി ഒന്നുമല്ലാതിരുന്ന പുള്ളി ചിക്കൻ കടയിലൊക്കെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്, ചിക്കൻ കട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു. അതിനുശേഷം പുള്ളിയുടെ വൈഫും കൂടി ഒരു റീലിട്ടു. ഏതോ ഒരു പ്ലാറ്റ്ഫോം, ടിക്ടോക്ക് ആയിരിക്കണം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു റീലിട്ട സമയത്ത് അതിൽ ഭയങ്കരമായിട്ട് അത് റീച്ചായി. പിന്നെ അവർ ആ പ്ലാറ്റ്ഫോം പിന്നെ വിത്തിൻ 1 year അവർക്ക് 3 million ഫോളോവേഴ്സ് അതിനകത്ത് വന്നു. അവർ ഭയങ്കരമായിട്ട് പിന്നെ അവർ യൂട്യൂബിലോട്ടും കാര്യങ്ങളിലോട്ടും മാറിയൊക്കെയാണ്. അപ്പൊ അവരുടെ ജീവിതം അതോടെ മാറിയത് ഭയങ്കരമായിട്ട്. പുള്ളി അങ്ങനെയാണ് ട്രെൻഡിങ് ആയത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പുള്ളി ഇന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയത്. അത് പുള്ളി പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. അതിനൊക്കെ കാര്യം എന്റെ വൈഫാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി ആകെ ഇമോഷണലായി, എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെവിൻ വരുന്നത്.
നെവിന് നമ്മൾ കളിച്ചിരിച്ച് ഭയങ്കരമായിട്ട് നടക്കുന്നില്ല. ആ സമയത്ത് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഒരു ഫെമിനിയൻ സൈഡ് ഉണ്ട്, അത് കുറച്ച് അധികം ഉണ്ട്. എല്ലാവരും ഒരു ഫെമിനിയൻ സംഭവം ഉണ്ടാവും. അപ്പം പലരും അങ്ങനെ ഒരു സ്ത്രൈണത എന്ന് പറഞ്ഞതിൽ പല പുരുഷന്മാരിലുണ്ട്, നേരെ മറിച്ച് സ്ത്രീകളിൽ തിരിച്ചും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഓരോ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ സമൂഹത്തിലുണ്ട്. നമ്മൾ ഈ ബാംഗ്ലൂർ, ഞാൻ ഈ സംസാരിക്കുന്ന ബാംഗ്ലൂരാണ്. അപ്പം നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഒത്തിരി ഇതുപോലത്തെ ആൾക്കാരെ, ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാൻ പറ്റും, ഒരുപാട് പേരെ കാണാൻ പറ്റും. ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു. സാരിയൊക്കെ കൊടുത്തിട്ട് നമുക്കത് മനസ്സിലാവും അതൊരു പെണ്ണല്ല, ഒരാണ് പെണ്ണായിട്ട് വേഷം കെട്ടിയതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരീരമാണ് അല്ലെങ്കിൽ മുഖമൊക്കെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അവര് വന്ന് നമ്മൾ അടുത്തൊന്നും ചോദിക്കുന്നുണ്ടെങ്കിൽ തലയിൽ നമ്മൾ കയ്യിലിരിക്കുന്ന 1 രൂപ കോയിനോ അല്ലെങ്കിൽ 10 രൂപ കൊടുക്കുന്നു, അത് വാങ്ങിയിട്ട് നമ്മൾ അനുഗ്രഹിച്ച് വിടുന്നവരുത്തുണ്ട്. അപ്പം എനിക്ക് ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഞാൻ ഇതിനകത്ത് എന്റെ വൈഫിന്റെ ഒരു പുസ്തകം, ഇത് പറഞ്ഞപ്പോഴാണ് വൈഫിന്റെ ഒരു പുസ്തകം, അതായത് ചെതുമ്പലുകൾ എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ചെതുമ്പലുകൾ എന്ന പുസ്തകത്തിൽ പ്രധാനമായിട്ടുള്ള ഈ ചെതുമ്പലുകൾ എന്ന കഥ തന്നെ അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ പരമായിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരുപാട് പേര് വായിച്ച പുസ്തകമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് വായിച്ച പുസ്തകമാണ്. അപ്പം ലക്ഷങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും വിറ്റുപോകുന്ന പുസ്തകങ്ങളിൽ എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും ഞങ്ങളുടെ ഒരു ഇതിൽ വെച്ചിട്ട് ഒരുപാട് പേര് വാങ്ങിപ്പോയ ഒരു കൊച്ചു പുസ്തകമാണ് ചെതുമ്പലുകൾ. അപ്പൊ ആ പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തത് ഇതുപോലെ ഒരു ട്രാൻസ് വുമന്റെ കയ്യിൽ കൊടുത്താണ്. അപ്പം ട്രാൻസ് വുമൻ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് ബൈക്കിൽ പോയി നമ്മൾ ഓരോ ജംഗ്ഷനിലും പോയി നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി, ആ ജംഗ്ഷനിൽ അവിടെ ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. അപ്പൊ അവർക്ക് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. അപ്പം അത് കയ്യിൽ കൊടുത്തു. നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളിങ്ങനെ ഇത് പബ്ലിഷ് ചെയ്ത ഈ ബുക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്നാൽ മതി, ഫോട്ടോ. അപ്പം കന്നഡയാണ്, അവർക്ക് വേറെ ഭാഷ അറിയില്ല, കന്നഡയാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് കന്നഡ അറിയാം. അപ്പം സംസാരിച്ചു, അവർ പറഞ്ഞു, അവർക്ക് കാര്യം മനസ്സിലായി. അപ്പം അവർ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് അവർക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല, മടിയാണ്, എല്ലാം ശരിയാവില്ല എന്ന് പറഞ്ഞു. മറ്റേ ആളുടെ കയ്യിലേക്ക് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ബുക്കൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തു. അപ്പം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് അതിലോട്ടാണ്. അപ്പം അവർക്കൊരു സന്തോഷമായി. അപ്പൊ അവര് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, ഈസ് നോട്ട് എ ട്രാൻസ്ജെൻഡർ. നെവിൻ ഒരു ചെറിയൊരു ഫെമിനിൻ ടച്ച് ഉണ്ട് പുള്ളിയുടെ സംസാരത്തിലും നടത്തത്തിലും. ഒരു സ്റ്റൈലിസ്റ്റ് ആണ് പുള്ളിക്കാരൻ, ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളിയുടെ നടത്തത്തിലൊക്കെ ഒരു ഇതുണ്ട്, സംസാരത്തിലൊക്കെ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതൊന്നും കളിയാക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. അപ്പൊ പുള്ളി വന്നിട്ട് അത്രയും ചിരിച്ച് കളിച്ച് ഭയങ്കര എന്റർടൈനർ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്ക് ഒരു എന്റർടൈനർ ആയിട്ട് ഇങ്ങനെ നിൽക്കും കുറെ കാലം. ഒരിക്കലും കപ്പൊന്നും എടുക്കില്ല, അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും പുള്ളിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഒരു എന്റർടൈനർ ആയിട്ട് ആ ഷോയിൽ ഉണ്ടാവും, അത് കണ്ടിന്യൂസ് പുള്ളി ഉണ്ടാവും. മിനിമം 75-80 ഡേയ്സെങ്കിലും പുള്ളി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ 100 ഡേയ്സ് വരെ വന്നേക്കാം. എന്തായാലും ഉടനെ ഒന്നും പോകില്ല. എത്ര എവിക്ഷൻ പുള്ളി പറയുന്നുണ്ട്, നാട്ടുകാർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പുറത്ത് വോട്ട് എന്ന് തന്നെ പുള്ളി പറയുന്നത്. പുള്ളിക്ക് അറിയാം പുള്ളി അവിടുത്തെ ഒരു വിന്നർ ആവാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി പുള്ളിക്കില്ല എന്ന് പുള്ളിക്ക് അറിയാം. പുള്ളിക്ക് വരാൻ കുറെ കാര്യങ്ങളുണ്ട്. പുള്ളി അങ്ങനെ അത് അവിടെ ആ ഒരു സമയത്ത് പറയുകയും ചെയ്തു. ഞാനിവിടെ ഇരിക്കുന്നത് പുള്ളിക്കാരൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കാൻ നല്ല ഓർമ്മയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജീവിച്ചിരിപ്പില്ല, അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷമായെന്ന് പറഞ്ഞു. അപ്പം 2-3 വർഷമായി. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയാമായിരുന്നു എന്തൊക്കെ ഞാനിവിടെ എത്തിയെന്ന്. അങ്ങനെ ഒരുപാട് ഇമോഷണൽ ആയിട്ട് പുള്ളി സംസാരിച്ചു, ഭയങ്കരമായിട്ട് സംസാരിച്ചു. പലർക്കും നേരിടേണ്ട, കുട്ടിക്കാലത്ത് നേരിടേണ്ട കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്. ഞാനും കാത്തിരിക്കുന്നുണ്ട്, ഇനിയും പലരുടെയും ജീവിതകഥകൾ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ 2 എപ്പിസോഡുകൾ കടന്നുപോയത്, ബിഗ് ബോസിന്റെ ഈ 2 ദിവസം കടന്നുപോയത്. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് അത് നല്ലൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്. പലർക്കും അത് ഇഷ്ടമല്ലാത്തൊരു കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. ഈ പരിപാടി നിർത്താൻ എന്ത് ചെയ്യണം, മോഹൻലാലിന് വേറെ പണിയൊന്നുമില്ലേ, വേറെ ജോലിയില്ലേ എന്നൊക്കെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര പേര് തെറി വിളിച്ചാലും ഇവരൊക്കെ കാണുന്നുണ്ട്. തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഷോ ഇവർ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും ചെയ്തിട്ടുള്ളത്. ഇത് പല ലാംഗ്വേജസിലും ഉണ്ട്, കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെയൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാഫ്സ് തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. കന്നഡയില് കിച്ച സുദീപ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ തമിഴിൽ മുൻപ് കമലഹാസനും മറ്റായിരുന്നു, വിജയ് സേതുപതി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നതിന് ശേഷം. ഹിന്ദിയിൽ സൽമാൻ ഖാൻ, അവിടുത്തെ ടോപ്പായ സൽമാൻ ഖാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തെലുങ്കില് നാഗാർജുന. അപ്പൊ അങ്ങനെ ഏറ്റവും വലിയ അവിടുത്തെ സ്റ്റാർസ് ആണ് ഈ ഷോ ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മളെ സ്വന്തം ലാലേട്ടനാണ് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും അവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ തലയിറങ്ങി വീഴും ഓരോ എപ്പിസോഡിനും. അപ്പോൾ
അങ്ങനെയുള്ള ഒരു വലിയൊരു റിയാലിറ്റി ഷോ ആണ്. എത്ര തെറി പറഞ്ഞാലും ഈ റിയാലിറ്റി ഷോ ഇനിയും ഇപ്പൊ സീസൺ 7 ആയി, ഇനിയും കണ്ടിന്യൂസ് എല്ലാ വർഷങ്ങളിലും വളരെ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ മികച്ചതാണോ അല്ലേ എന്നുള്ളത് അതിൽ വരുന്ന കണ്ടസ്റ്റൻസും അതിൽ വരുന്ന കണ്ടന്റ്സും അനുസരിച്ചിരിക്കും. അപ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ഷോ ആണ്. നിങ്ങൾ സമയം, നമ്മുടെ കുറച്ച് സമയം എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരാളെ ചുമ്മാ ഇടയ്ക്കിട്ട് പോകുമ്പോൾ ഇത് എന്താ സംഭവം, എന്ത് ഭ്രാന്ത് പിടിക്കും. പക്ഷെ അത് ലൈവ് എന്ന് കണ്ടാൽ നമുക്ക് ഒരു രസകരമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഈ സിനിമകൾ കാണുന്നത് നമ്മുടെ ഈ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സിനിമകൾ ഒരു 2-2.5 മണിക്കൂർ പോയി നമ്മുടെ ഫോണൊക്കെ സൈലന്റ് ആക്കി വെച്ച് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടൊക്കെ സിനിമകളൊക്കെ കാണുന്നത്. നമ്മുടെ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അതിന്റെയൊക്കെ ടെൻഷൻ മാറാൻ കുറച്ച് സമയം നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് റിലീഫ് കിട്ടുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് ഈ കാണുന്നവർക്ക് നിങ്ങളെ എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിന്റെ രസം ഉണ്ടാവും. ഇപ്പൊ ഇടയ്ക്കൊക്കെ നേരത്തെ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ വന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും പിടിയിട്ടില്ല ചിലപ്പം. അപ്പൊ സ്ഥിരമായിട്ടൊക്കെ എപ്പിസോഡൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു രസം ഉണ്ടാകും. എന്തായാലും ഞാൻ ഇതാ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്. അപ്പൊ ഞാൻ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്റെ ചാനൽ വഴി നിങ്ങളോട് ഷെയർ ചെയ്യാനും ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ബിഗ് ബോസ് എപ്പിസോഡുമായിട്ട് കാണാം. ബൈ ബൈ.